ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ വ്യവസ്ഥാ നിയമം എന്ന പരമ്പരയിലെ 7ാമത്തെ പാഠമാണിന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ട് പരിചയിച്ചുകൊണ്ട് തന്നെയാണ്. അത് കൂടായ വിന്യാസം എന്നുള്ളതാണ്. കൂടായ വിന്യാസം അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: nested pattern link systems in vertical and horizontal alignments for therma. കൂടായ വിന്യാസം, സമഗ്ര വിന്യാസത്തിന്റെ അനുബന്ധമായ വിന്യാസമാണ് കൂടായ വിന്യാസം. പ്രപഞ്ചം മുതൽ പരമാണു വരെ എല്ലാ വ്യവസ്ഥാസത്തകളും കൂടുകൾക്കകത്ത് കൂടുകളായി നിലകൊള്ളുന്നു. ഒരു കൂടിനകത്ത് ഒട്ടേറെ ഉപകൂടുകൾ എന്ന മുറയിൽ ഓരോന്നും വ്യക്തിപരമായി ഏകമായും എന്നാൽ ഉപരി ഉപവ്യവസ്ഥകളോട് ലംബമായും സഹവ്യവസ്ഥകളോട് തിരശ്ചീനമായും ബന്ധിതമായാണ് നിലകൊള്ളുക. ഉപരി വ്യവസ്ഥയുമായുള്ള ചേർന്നു നിൽപ്പിനനുസരിച്ച് വ്യവസ്ഥ സ്വധർമ്മങ്ങളെ തിരിച്ചറിയുകയും അതിലൂടെ നയിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യും. അവിടെ ഓരോ വ്യവസ്ഥയും ഉപരി വ്യവസ്ഥയുടെ ഇംഗിതം അഥവാ പരമേച്ഛ വഴിയാണ് നയിക്കപ്പെടുന്നത്. സഹവ്യവസ്ഥകളോടുള്ള തിരശ്ചീന ബന്ധത്തിലൂടെ ആണ് വ്യവസ്ഥ കാലികവും വ്യവഹാരപരവുമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അവിടെ ഓരോ വ്യവസ്ഥയും സ്വതന്ത്ര ഇച്ഛയും വിശ്വാസധാരണകളും യുക്തിഭേദങ്ങളും വിചാര ആസൂത്രണങ്ങളും സാങ്കേതിക കർമ്മങ്ങളും വഴിയാണ് സ്വധർമ്മത്തെ നിർവഹിക്കുന്നത്. അവിടെയെല്ലാം പരേച്ഛകളുടെ സ്വാധീനത്താൽ വ്യവസ്ഥകളുടെ ധർമ്മധാരയിൽ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ മനോകായ കർമ്മങ്ങളുടെ പരിശ്രമങ്ങൾ ജീവിതത്തിൽ ആവശ്യമായി വരും. വ്യവസ്ഥയുടെ ഉപവ്യവസ്ഥകളുമായി ചേർന്ന് നിലനിൽപ്പിന് നിൽപ്പിനനുസരിച്ച് പ്രവർത്തന നൈസർഗികതയും ശേഷിയും ധർമ്മ സുഗമതയും ഉണ്ടാകും. ഉപരി ഉപവ്യവസ്ഥകളോടുള്ള ലംബബന്ധത്തെ ഏകസൂത്രമായി നിലനിർത്തുന്ന വ്യവസ്ഥകൾക്കാണ് ധർമ്മപരമായി സുഗമവും കാര്യക്ഷമവുമായി നിലകൊള്ളുവാനാവുക. ഈ പറഞ്ഞതില് ഒരുപക്ഷെ ഒരല്പം സങ്കീർണത തോന്നിയേക്കാം, പ്രത്യേകിച്ചും പുതിയ ആളുകൾക്ക്. നെസ്റ്റഡ് പാറ്റേൺ ലിങ്ക് സിസ്റ്റംസ് ഇൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ്സ് ഫോർ ധർമ്മ. ഇതാണ് പ്രാഥമികമായിട്ട് പറയുന്നത്. നെസ്റ്റഡ് പാറ്റേൺ എന്ന് വെച്ചാൽ കൂടുകളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നമുക്കറിയാം, നമ്മൾ ഭൂമി എന്ന മഹാഗർഭപാത്രത്തിന്റെ അകത്താണ് ജീവിക്കുന്നത്, ഭൂമിക്ക് പുറത്തല്ല. ഈ ആനപ്പുറത്ത് മനുഷ്യൻ ഇരിക്കുന്നത് പോലെയുള്ള ഒരു ധാരണ മനുഷ്യകേന്ദ്രിത ചിന്തയിലുണ്ട്. മനുഷ്യൻ ഭൂമിയുടെ പുറത്താണ് എന്നുള്ള ചിന്ത. ഈ മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്നും 30,000 കിലോമീറ്റർ നിവർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ അകത്ത്, ജൈവമണ്ഡലത്തിന്റെ അകത്ത്, മരമേലാപ്പുകൾക്ക് ഒക്കെ താഴെയായിട്ട് അതിന്റെ അടിയിൽ ആ ഒരു തലത്തിൽ മാത്രമാണ് മനുഷ്യൻ നിൽക്കുന്നത്. അക്കാര്യത്തിൽ പോലും നമുക്കൊരു ബോധ്യമില്ലായികയുണ്ട്. ഭൂമിക്ക് അകത്താണ് എന്നുള്ള ഒരു തിരിച്ചറിവില്ലായികയുണ്ട്. ആ ഭൂമിയെ, ആ മഹാഗർഭപാത്രത്തെ ഒരു കൂടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടെന്ന് വെച്ചാൽ പക്ഷികൾ കൂട് കൂട്ടുന്നുണ്ട്. കൂടിനകത്ത് ചെന്നിരിക്കുമ്പോഴാണ് പക്ഷികൾ സുരക്ഷിതമായിരിക്കുക. നമ്മൾ വീടിനകത്ത് ജീവിക്കുന്നത് വീടെന്ന കൂടിന്റെ അകത്താണ്. നമ്മൾ പക്ഷികൾ കൂട് കൂട്ടുന്നത് വ്യത്യസ്തമായി വേറൊരു ഘടനയിൽ ഉണ്ടാക്കുന്നതിന് മാത്രമേ ഉള്ളൂ. അതും ഒരു കൂടാണ്. ഈ കൂടിന്റെ ജൈവരൂപമാണ് ഗർഭപാത്രം എന്നുള്ളത്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രമാകുന്ന കൂടിന്റെ അകത്താണ് ഉണ്ടായി വികസിച്ച് രൂപം കൊണ്ട് പിന്നീട് പുതിയൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ ലോക ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ അവിടെയെല്ലാം കൂടുകളുണ്ട്. ഈ കൂടുകളുടെ ഘടന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയാം, ഞാൻ മലയാളത്തിലുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു പോവാം. കൂടായ വിന്യാസം എന്നുള്ള ഈ ഒരു വിന്യാസത്തിന്, ഇത് സമഗ്ര വിന്യാസത്തിന്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച സമഗ്ര വിന്യാസത്തിന്റെ അനുബന്ധ വിന്യാസമാണ് ഈ കൂടായ വിന്യാസം. ആ സമഗ്രതയിൽ എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ, എല്ലാം ചേർന്നാണ് നിലനിൽക്കുക എന്ന പാഠത്തിന്റെ ഒരു അനുബന്ധമാണ് ഈ കൂടായ വിന്യാസം. ചേർന്ന് നിൽപ്പിന്റെ ആ ഘടനയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പ്രപഞ്ചം മുതൽ പരമാണു വരെ എല്ലാ വ്യവസ്ഥാസത്തുകളും കൂടുകൾക്കകത്ത് കൂടുകളായി നിലകൊള്ളും. എന്ന് വെച്ചാല് പ്രപഞ്ചം ഒരു വലിയ കൂടാണ്. അതിനും ഉപരിയായ ഒരു കൂട് എന്തായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, നമുക്ക് അറിയില്ല. പിന്നെ
അതിനും അപ്പുറം എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് മനുഷ്യന്റെ രേഖീയ യുക്തിയുടെ ഭാഗമായിട്ടാണ്. അതിനും അപ്പുറം ഇല്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത തണുത്ത സമവാക്യം എന്ന ആ ഒരു കാഴ്ചപ്പാട് പറയുന്നത്. അതിനുമപ്പുറത്ത് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇത് ചാക്രികമാണെങ്കിൽ അതിനുമപ്പുറം എന്നുള്ളത് ഇവിടം തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും. അത് ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയും. സ്ത്രൈണതയുമായി ബന്ധപ്പെടുത്താൻ കഴിയും, സുസ്ഥിരതയുമായി ബന്ധപ്പെടുത്താൻ കഴിയും. അപ്പോ ഈ വൃത്താകാരത്തിലുള്ള ഒരു കൂടായിട്ട് തൽക്കാലത്തേക്ക് പ്രപഞ്ചത്തെ സങ്കല്പിക്കുക. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോയി ചിന്തിക്കാൻ ഇപ്പൊ കഴിയില്ല. കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് പോലും നമുക്കൊരു സങ്കല്പമാണ്. നമുക്ക് ആകെ അറിയുന്നത് ഭൂമിയാണ്. ഭൂമി പോലും നമ്മൾ കണ്ടിട്ടില്ല നേരെ. നമ്മൾ നിൽക്കുന്ന ഒരിടത്തെ കണ്ടിട്ടാണ് ഭൂമിയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്താണെങ്കിലും സ്കൂൾ പാഠങ്ങളിൽ പഠിച്ച ആ കഥകളനുസരിച്ച് പ്രപഞ്ചം എന്നൊരു വലിയ കൂടുണ്ട്. ആ പ്രപഞ്ചം എന്ന കൂടിന്റെ അകത്താണ് ഗാലക്സികളായിരുന്ന കൂടുകൾ, പല കൂടുകൾ. ഈ പല ഗാലക്സികളും ഓരോ കൂടുകളാണ്. അതിലൊരു ഗാലക്സിയാണ് മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. ആ ഗാലക്സി ആകുന്ന ഒരു കൂടിന്റെ അകത്താണ് സൗരയൂഥം എന്ന കൂട്, അല്ലെങ്കിൽ ഒരുപാട് നക്ഷത്ര സമൂഹങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കൂടുകളുണ്ട്. അതിലൊരു നക്ഷത്ര സമൂഹമാണ് സൗരയൂഥം. അതൊരു കൂടാണ്. സൗരയൂഥം എന്ന കൂടിന്റെ അകത്താണ് ഭൂമി എന്ന കൂട്. ഭൂമി എന്ന കൂടിന്റെ അകത്താണ് ജൈവരാശി എന്ന കൂട്. അതിനകത്താണ് മനുഷ്യരാശി എന്ന കൂട്. അതിനകത്താണ് മനുഷ്യൻ എന്ന കൂട്. അതിലോരോന്നല്ലേ നമ്മൾ ഓരോന്നും. മനുഷ്യൻ എന്ന കൂടിനകത്താണ് മനുഷ്യന്റെ അവയവങ്ങളാകുന്ന കൂടുകൾ. അവയവങ്ങൾക്കകത്താണ് കലകളാകുന്ന കൂടുകൾ. കലകൾക്കകത്താണ് കോശങ്ങളാകുന്ന കൂടുകൾ. അകത്താണ് കോശ ആന്തര ഘടകങ്ങളാകുന്ന കൂടുകൾ. അതിനകത്താണ് തന്മാത്രകൾ ആകുന്ന കൂടുകൾ. അതിനകത്ത് അണുക്കളാകുന്ന അല്ലെങ്കിൽ ആറ്റങ്ങളാകുന്ന കൂടുകൾ. അതിനകത്ത് സബാറ്റോമിക് ഘടകങ്ങൾ എന്ന് പറയുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ. അതിന്റെയും അകത്തേക്ക് പോകുമ്പോൾ പിന്നെ ദ്രവ്യ രൂപത്തിൽ നമുക്ക് അവിടെ ഒന്നിനും കാണാൻ കഴിയില്ല, ഊർജ്ജ രൂപത്തിലേക്ക് മാറും. പിന്നെ ക്വാക്കുകളായി. അതിനെയും നമുക്ക് അകത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുക ബോധത്തെയാണ്. ഇത് തന്നെയാണ് പരമമായ പ്രപഞ്ചത്തിന്റെ അറ്റത്തേക്ക് പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഇതൊക്കെ ഈ പോയി നോട്ടം എന്ന് പറയുന്നത് അനുഭവം കൊണ്ടാണ്, ആനുഭൂതികമായിട്ടാണ്. അല്ലാതെ ഇതിന് ടാഞ്ചിബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസോ എവിഡൻസോ ഒന്നുമില്ല. പക്ഷെ നമുക്കിത് മനസ്സിലാക്കാം. ഇപ്പൊ ക്വാണ്ടം ഭൗതികം പോകുന്നതും ആ വഴിക്കാണ്. തൽക്കാലത്തേക്ക് നമുക്ക് മനസ്സിലാക്കുക, ഞാൻ എന്ന് പറയുന്ന ആ വ്യക്തി, മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് നിൽക്കുന്നത് അകത്ത് കുറെ കൂടുകളായിട്ടും പുറത്ത് കുറെ കൂടുകളായിട്ടുമാണ്. അപ്പൊ ഈ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ പരമമായ ഒരു വിന്യാസത്തിന്റെ അകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൂടിനകത്ത് ഒട്ടേറെ കൂടുകൾ എന്ന മുറയിൽ ഓരോന്നും വ്യക്തിപരമായി ഏകമായും, എന്നാൽ ഉപവ്യവസ്ഥകളോട് ലംബമായും സഹവ്യവസ്ഥകളോട് തിരശ്ചീനമായും ബന്ധിതമായാണ് നിലകൊള്ളുക എന്നതാണ് അടുത്തത് പറയുന്നത്. അതായത് ഒരു വലിയ കൂടിനകത്ത് ഒട്ടേറെ കൂടുകൾ. ഭൂമി എന്ന വ്യവസ്ഥയ്ക്കകത്ത് ഒട്ടേറെ ജൈവ വ്യവസ്ഥകളുണ്ട്. മനുഷ്യരാശി, മൃഗരാശി, സസ്യരാശി എന്ന് പറഞ്ഞിട്ട് ഒട്ടേറെ രാശികളുണ്ട്. അപ്പോൾ ഒരു വലിയ കൂടിനകത്ത് ഒട്ടേറെ ഉപകൂടുകൾ എന്ന മുറയിൽ ഓരോന്നും നിലനിർത്തിട്ട് ഇപ്പൊ മനുഷ്യരാശിക്ക് അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. മൃഗരാശിക്ക് അവയുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇനി മനുഷ്യരാശി എടുത്താൽ അതിനകത്ത് ഒട്ടേറെ മനുഷ്യർ. ഓരോ വ്യക്തിയും ഒരു വ്യക്തിയാണ്, സ്വതന്ത്ര വ്യക്തിയാണെന്നുള്ള രീതിയിൽ ഏകപായാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇവ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള വ്യവസ്ഥകളെ, ഇതൊക്കെ ഓരോ വ്യവസ്ഥകളാണ്. ഓരോ മനുഷ്യരും ഓരോ വ്യവസ്ഥകളാണ്. ഈ വ്യവസ്ഥകളെ നമ്മൾ വ്യക്തികളാണെന്നാണ് പറയുക. അപ്പോ വ്യക്തിപരമായി ഏകമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ, നീ എന്ന് പറയുന്ന രീതിയിലുള്ള വൈവിധ്യത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഉപവ്യവസ്ഥകളോട്, ഉപരിവ്യവസ്ഥ എന്ന് വെച്ചാൽ ഭൂമി, ഉപവ്യവസ്ഥ എന്ന് വെച്ചാൽ എന്റെ അവയവങ്ങൾ. അപ്പൊ ഉപവ്യവസ്ഥകളോട്, അതായത് ഞാൻ ഈ കൈ കാണിക്കുന്നത് ഉപരിവ്യവസ്ഥ, ഉപവ്യവസ്ഥ, ഇത് ലംബമായിട്ടാണ് ഈ ബന്ധം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ്, ഒരു സമീപനമാണ് ഈ ലംബബന്ധം എന്നുള്ളത്. ഇപ്പൊ ഉപരിവ്യവസ്ഥകളോട്, ഞാൻ ഭൂമിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, എന്റെ ആന്തരിക അവയവങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവയോട് ലംബമായും സഹവ്യവസ്ഥകളോട് തിരശ്ചീനമായും. സഹവ്യവസ്ഥകൾ എന്താ? നിങ്ങൾ ഓരോരുത്തരും എന്റെ സഹവ്യവസ്ഥകളാണ്. ഇവിടെ ഞാൻ എന്റെ ചുറ്റും കാണുന്നതെല്ലാം സഹവ്യവസ്ഥകളാണ്. തിരശ്ചീനമായ ബന്ധമാണ്. അപ്പോ ഉപവ്യവസ്ഥകളോട് ലംബമായും സഹവ്യവസ്ഥകളോട് തിരശ്ചീനമായും ബന്ധിതമായാണ് ഇവയെല്ലാം നിലകൊള്ളുന്നത്. അപ്പോ ഒരു കൂടിനകത്ത് ഈ രണ്ടു തരം ബന്ധങ്ങളുണ്ട്. ഇനിയും വേറെ ബന്ധങ്ങളുണ്ട്, അത് നമ്മളിപ്പോ ഇവിടെ പറയുന്നില്ല. പാരമ്പര്യത്തിന്റെ ഒരു ബന്ധമുണ്ട്, അത് സെബ്ഡാക്സിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. അത് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അപ്പോ ഉപവ്യവസ്ഥകളോട് ലംബമായി നിലനിൽക്കുന്നു, സഹവ്യവസ്ഥകളോട് തിരശ്ചീനമായും ബന്ധിതമായിട്ടാണ് നിലകൊള്ളുക.
ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടില് മുറ്റത്ത് പെട്ടെന്നൊരു പന്തലിടേണ്ടി വന്നു കഴിഞ്ഞാല് പന്തലിനും 2 കാല് അല്ലെങ്കിൽ 4 കാല് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ടാർപോളിൻ കയറ്റിയിട്ടിട്ട് 4 വശത്തേക്കും കയറ് കെട്ടി വെക്കുക ആണ് പതിവ്. പരസ്പരം ബന്ധിപ്പിച്ച് അത് ടൈറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിലനിൽക്കുകയാണ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ചിലന്തി വലയുടെ നിൽപ്പ് കണ്ടിട്ടില്ലേ? ചിലന്തി വല പല ആംഗിളിൽ 8 10 ആംഗിളുകളിൽ ഇതിങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ആ ബന്ധത്തിൽ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ സ്റ്റേബിൾ ആണ്. അതുപോലെ നമ്മൾ ഈ ഉപരിവ്യവസ്ഥയോട് ഉപവ്യവസ്ഥയോട് സഹവ്യവസ്ഥകളോട് ലംബമായും തിരശ്ചീനമായും ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ടൈറ്റ് ആയിട്ട് നിലനിർത്തിയിട്ടുള്ളത്. നമ്മളിവിടെ സേഫ് ആണെന്നുള്ളൊരു അവസ്ഥ കൊണ്ടുവരുന്നത് അത്തരത്തിലാണ്. ഈ ഉപരിവ്യവസ്ഥയുമായുള്ള ചേർന്നു നിൽപ്പിനനുസരിച്ചാണ് വ്യവസ്ഥ സ്വധർമ്മങ്ങളെ തിരിച്ചറിയുന്നത്. കാരണം ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഉപവ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്, ഭൂമിക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്, എനിക്ക് വേണ്ടിയാണ് എന്റെ അവയവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഉപവ്യവസ്ഥ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഉപരിവ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഉപവ്യവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോ ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള ചേർന്ന് നിൽപ്പിനനുസരിച്ച് വ്യവസ്ഥ സ്വധർമ്മങ്ങളെ തിരിച്ചറിയും. അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇക്കോജെനിസിന്റെ പാഠങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളൊരു ചിത്രം കണ്ടു. ഒരു വലിയ പൽചക്രത്തിനകത്ത് അതിനോട് ചേർന്ന് കറങ്ങുന്ന ഒരു ചെറിയ പൽചക്രം. ഈ വലിയ പൽചക്രം കറങ്ങുന്ന സമയത്ത് ആ കറക്കം ഈ പൽചക്രത്തിലൂടെ ചെറിയ പൽചക്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് വലിയ പൽചക്രത്തിന് അനുസരിച്ചുള്ള കറക്കം ചെറിയ പൽചക്രത്തിന് കിട്ടുക. വലിയ പൽചക്രത്തിന്റെ അകത്താണ് ചെറിയ പൽചക്രം എങ്കിലും അത് ആ പൽചക്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ മാറി കുറച്ചുള്ളിലേക്ക് മാറുന്ന അല്ലെങ്കിൽ വലിയതിന്റെ അകത്ത് ചെറിയ ചക്രം ചേർന്ന് നിൽക്കാതെ മാറി നിന്നാൽ പിന്നെ വലിയ ചക്രത്തിന്റെ കറക്കത്തിന്റെ ഊർജം ചെറിയ ചക്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല. അതുകൊണ്ടാണ് ഈ ചേർന്ന് നിൽപ്പ് എന്ന് പറയുന്നത്. വലിയ പൽചക്രത്തിനോട് ചേർന്ന് നിൽപ്പ്, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ചേർന്ന് നിൽപ്പ്, ഉപരിവ്യവസ്ഥയോട് ഉള്ള ചേർന്ന് നിൽപ്പ്, എന്റെ ശരീരത്തോട്, എന്റെ ശരീരത്തിന്റെ സമഗ്രതയോട് എന്റെ അവയവം ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്റെ ശരീരം കൃത്യമായിട്ട് പ്രവർത്തിക്കുക, എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുക. എന്റെ കൈ എന്റെ ശരീരത്തിൽ ഇരിക്കുകയും എന്നാൽ എന്റെ ശരീരത്തിന് വഴങ്ങാതെ നിൽക്കുകയും ചെയ്താൽ ഞാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്റെ കൈക്ക് മനസ്സിലാവില്ല, കൈക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള ചേർന്ന് നിൽപ്പനുസരിച്ച് വ്യവസ്ഥ സ്വധർമ്മങ്ങളെ തിരിച്ചറിയും. അതായത് എന്റെ കൈ എന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് കൈയുടെ ധർമ്മത്തെ തിരിച്ചറിയുക. കൈയായി മാത്രം നിൽക്കാതെ കൈയായി മാത്രം നിൽക്കുകയാണെങ്കിൽ, എന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കാതിരിക്കുകയാണെങ്കിൽ, കൈയുടെ സ്വാതന്ത്ര്യത്തിന് പ്രവർത്തിക്കുകയാണെങ്കിൽ കൈയുടെ ധർമ്മം എന്താണെന്ന് കൈക്ക് മനസ്സിലാവില്ല. ഞാൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് പ്രകൃതിയുടെ ശരീര അവയവമായിട്ടുള്ള എന്റെ ധർമ്മം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുക. ഞാൻ അതിന് തയ്യാറല്ലെങ്കിൽ, ഞാൻ എന്റെ സ്വതന്ത്ര ഇച്ഛയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രകൃതി എനിക്ക് നൽകിയ കൽപ്പന എന്താണ്, പ്രകൃതി എനിക്ക് നൽകിയ ധർമ്മം എന്താണ്, പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിയില്ല. അപ്പോ ഉപരിവ്യവസ്ഥകളുമായിട്ടുള്ള ചേർന്ന് നിൽപ്പ്, ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള ചേർന്ന് നിൽപ്പിനനുസരിച്ച് വ്യവസ്ഥ സ്വധർമ്മങ്ങളെ തിരിച്ചറിയും, അതിലൂടെ നയിക്കപ്പെടും. ഓരോ നിമിഷവും ധർമ്മത്തെ തിരിച്ചറിയുക മാത്രമല്ല, ഓരോ നിമിഷവും അതിനനുസരിച്ച് നയിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യും. അതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഞാൻ എന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നത്, ഞാൻ നിർവഹിക്കപ്പെടുന്നതെല്ലാം തന്നെ എന്റെ ഉപരിവ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്. അത് ചേർന്ന് നിന്നില്ലെങ്കിൽ എനിക്ക് എന്റെ ധർമ്മം എന്തെന്ന് മനസ്സിലാവില്ല. അവിടെ ഓരോ വ്യവസ്ഥയും ഉപരിവ്യവസ്ഥയുടെ ഇംഗിതം അഥവാ പരമേച്ഛ അനുസരിച്ചാണ് നയിക്കപ്പെടുന്നത്. ഉപരിവ്യവസ്ഥയുടെ ഇംഗിതം, അതിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ചാണ് ഞാൻ നിർവഹിക്കപ്പെടുന്നത്. എന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് എന്റെ ഇംഗിതത്തിനനുസരിച്ചാണ്, എന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അപ്പോൾ ഉപരിവ്യവസ്ഥയുടെ ഇച്ഛയാണ് പരമേച്ഛ എന്ന് പറയുക. പരമേച്ഛ എന്ന് പറയുന്നത് കഴിഞ്ഞാല് പ്രൈം വിൽ എന്ന് പറയാം, പ്രൈം വിഷ് എന്നൊക്കെ പറയാം. അതാണ് പരമേച്ഛ എന്ന് പറയുന്നത്. ഉപരിവ്യവസ്ഥയുടെ ഹയർ വിഷ് എന്നൊക്കെ പറയാം. അതുവഴിയാണ് ഓരോ വ്യവസ്ഥയും നയിക്കപ്പെടുന്നത്. സഹവ്യവസ്ഥകളോടുള്ള തിരശ്ചീന ബന്ധത്തിലൂടെയാണ് വ്യവസ്ഥ കാലികവും വ്യവഹാരപരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇനി ഞാനിവിടെ നിലനിൽക്കുന്നുണ്ട്, എന്റെ സഹവ്യവസ്ഥകൾ ഇപ്പൊ മനുഷ്യര്, എനിക്ക് ചുറ്റുമുള്ള ഉപകരണങ്ങൾ, എനിക്ക് ചുറ്റുമുള്ള മറ്റ് സസ്യലതാദികൾ, ഇങ്ങനെയുള്ള എനിക്ക് തിരശ്ചീന ബന്ധത്തിലൂടെ കാണുന്നവയോടുള്ള
തിരശ്ചീന ബന്ധം, ഇങ്ങനെ ഈ രീതിയിലുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധം വഴിയാണ് വ്യവസ്ഥ കാലികവും വ്യവഹാരപരവുമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. എന്റെ ജീവിത കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഈ തിരശ്ചീന ബന്ധം നിലനിൽക്കുമ്പോഴാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴാണ്, നിങ്ങളുമായിട്ട് ഇടപെടുമ്പോഴാണ്, നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് സാന്ദർഭികമായിട്ട് മനസ്സിലാവുക. അപ്പോ കാലികമായിട്ട് ഈ നിമിഷത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത് എന്റെ സഹവ്യവസ്ഥകളോട് ബന്ധപ്പെടുമ്പോഴാണ്. എന്റെ വ്യവഹാരങ്ങൾ, ജീവിത വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനിങ്ങനെ തിരശ്ചീന ബന്ധത്തിൽ നിങ്ങളോടും എനിക്ക് ചുറ്റുമുള്ളവയുമോട് ഇടപെടുമ്പോഴാണ്. ആ തിരശ്ചീന ബന്ധം നിലനിർത്തുമ്പോഴാണ് എനിക്ക് കാലികമായിട്ടുള്ള, മൊമെന്ററി ആയിട്ടുള്ള, ടെമ്പറൽ ആയിട്ടുള്ള വ്യവഹാരപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നത്. അവിടെ ഓരോ വ്യവസ്ഥയും സ്വതന്ത്ര ഇച്ഛയും ഉള്ളവയാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എന്റെ ചുറ്റുപാടുള്ള സഹവ്യവസ്ഥകളോട് ഇടപെടുന്നു, ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഇടപെടുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ഇടപെടുന്നു. ഇവിടെ സ്വതന്ത്ര ഇച്ഛയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ഇഷ്ടം പോലെയാണ്. അതാണ് എന്റെ ഇച്ഛ, സ്വതന്ത്ര ഇച്ഛയും എന്റെ വിശ്വാസധാരണകൾ, എന്റെ വിശ്വസിക്കുന്നു, ഞാൻ പല കാര്യങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അവയുടെ ധാരണകൾ എന്നെ നയിക്കുന്നുണ്ട്. അവിടെ എന്റെ ആന്തരിക ചോദനയോ ബാഹ്യ ചോദനയോ അനുഭവങ്ങളോ ഒന്നുമല്ല, എന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വിശ്വാസത്തിനനുസരിച്ചാണ്, എന്റെ ധാരണകൾക്ക്, ഞാൻ ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആ ധാരണകൾ അതിനനുസരിച്ച്, വിശ്വാസ ധാരണകൾക്കനുസരിച്ച്, യുക്തിഭേദങ്ങൾക്കനുസരിച്ച്. യുക്തി എന്ന് പറയുന്നത് ചിന്തയിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന ഗതിഭേദമാണ്. യുക്തി നമ്മളെ വഴിതിരിക്കുന്ന സംഭവമാണ്. ആ വഴിതിരിപ്പ്, യുക്തിഭേദം, വിഭ്രംശം എന്ന് പറയുന്ന ഒരവസ്ഥ. ആ യുക്തിഭേദങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കാണുകയും അറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ വിചാര ആസൂത്രണങ്ങൾ, മനസ്സിന്റെ പണി എന്താ? വിചാരം ചെയ്യുക, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്, വർത്തമാനത്തിൽ എന്താണ്, വർത്തമാനത്തിൽ എന്ത് സംഭവിക്കുന്നു, പൂർവ്വത്തിൽ എന്താണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത്, ഭാവിയിൽ എന്താണ് വേണ്ടത്, എന്റെ ശേഷി എന്താണ് എന്നുള്ളത് ഞാൻ എന്നുള്ള അഹത്തിന്റെ പശ്ചാത്തലത്തിൽ, അതിന്റെ ഒരു സാന്നിധ്യത്തില് വിചാരം ചെയ്ത് ഇനി എന്തു വേണമെന്ന് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിന്റെ പണി. ഈ പണി ചെയ്യുക, ഈ പണി അത് ആസൂത്രണം ചെയ്യും, ഇനി എന്തു വേണം എന്നുള്ളത് ആസൂത്രണം ചെയ്യുന്നു. അതുപോലെ തന്നെ സാങ്കേതിക കർമ്മങ്ങൾ, ഓരോ കാര്യം ചെയ്തു. ഇപ്പൊ പുറം ചെറിയണമെങ്കിൽ ഞാൻ ഇങ്ങനെ പോയി ചൊറിയണമെന്നൊന്നുമില്ല, ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചെറിയ. അപ്പൊ എന്റെ ധർമ്മം എന്നുള്ളത് പുറം ചൊറിയുക എന്നുള്ളതാണെങ്കിൽ ആ ധർമ്മത്തെ നിർവഹിക്കാൻ ഞാൻ ഒരു സങ്കേതത്തെ ഉപയോഗിക്കാം. അപ്പോ സാങ്കേതിക കർമ്മങ്ങൾ, അതായത് ഞാൻ എന്റെ സഹവ്യവസ്ഥകളോട് ഇടപെടുന്നത് സ്വതന്ത്ര ഇച്ഛ കൊണ്ടാണ്, വിശ്വാസധാരണകൾ കൊണ്ടാണ്, യുക്തിഭേദങ്ങൾ കൊണ്ടാണ്, വിചാര ആസൂത്രണങ്ങൾ കൊണ്ടാണ്, സാങ്കേതിക കർമ്മങ്ങൾ കൊണ്ടാണ്. ഇവ വഴിയാണ് സ്വധർമ്മത്തെ നിർവഹിക്കുന്നത്. എന്റെ ധർമ്മത്തെ ഞാൻ നിർവഹിക്കാൻ തിരശ്ചീനമായിട്ട് ഇടപെടുന്ന സമയത്ത് ഇവയെല്ലാം ഞാൻ സങ്കേതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയെല്ലാം പരേച്ഛകളുടെ സ്വാധീനത്താൽ വ്യവസ്ഥകളുടെ ധർമ്മധാരയിൽ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും. എന്റെ ഇച്ഛ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു, കാര്യം ശരിയാ. പക്ഷെ നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരാളൊരു ചോദ്യം ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറിയിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ ഇച്ഛകൾ ഉണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തരുടെയും ഇച്ഛകൾ, നിങ്ങൾ ഓരോരുത്തരുടെയും കമാൻഡുകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇതാണ് പരേച്ഛ എന്ന് പറയുന്നത്, പരന്റെ ഇച്ഛ. അപ്പൊ പരേച്ഛ എന്ന് പറയുന്ന അതിന്റെ സ്വാധീനത്താലാണ് വ്യവസ്ഥയുടെ ധർമ്മധാരയിൽ ഇളക്കം സംഭവിക്കുക. അപ്പൊ ഞാൻ പോകണമെന്ന് വിചാരിക്കുന്ന വഴിയിൽ തന്നെ പോകാൻ കഴിയണം എന്നില്ല, കാരണം നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈ വഴിതിരിവുകൾ വന്നുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ മനോകായ കർമ്മങ്ങളുടെ പരിശ്രമങ്ങൾ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരും. എന്റെ മനസ്സുകൊണ്ട് ഞാൻ പരിശ്രമിക്കേണ്ടി വരും ജീവിക്കാൻ, ശരീരം കൊണ്ട് ഞാൻ പരിശ്രമിക്കേണ്ടി വരും, കർമ്മങ്ങൾ കൊണ്ട് പരിശ്രമിക്കേണ്ടി വരും. എന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇവിടെ എല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ഇനി വ്യവസ്ഥയുടെ ഉപവ്യവസ്ഥകളുമായി ചേർന്ന് നിൽപ്പിനനുസരിച്ച് ഞാൻ എന്റെ ശരീരത്തിന്റെ അകത്ത്, എന്റെ പരിധിക്കകത്ത്, ഞാൻ എന്നുള്ള സ്വത്വത്തിന്റെ അകത്തുള്ള കാര്യങ്ങളുമായി ചേർന്ന് നിൽപ്പിനനുസരിച്ച് പ്രവർത്തന നൈസർഗികത ഉണ്ടാവും, പ്രവർത്തനത്തിന് സ്വാഭാവികത ഉണ്ടാവും, ശേഷി ഉണ്ടാവും. പ്രവർത്തിക്കാനുള്ള ആ ഒരു എന്താ പറയാ, ആ ശേഷി, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രവർത്തന ശേഷി ഉണ്ടാവും. അതുപോലെ തന്നെ ധർമ്മം സുഗമമായി നടക്കും, എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് നടക്കും. അത് ഞാൻ എന്റെ അകം ലോകത്തോട്, എന്റെ ആന്തരിക പരിസ്ഥിതിയോട്, എന്റെ ഉപവ്യവസ്ഥയോട് ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്നത്, അതിനോട് ചേർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ നിന്നുള്ള നൈസർഗികമായ ചോദനകൾ എനിക്ക് മനസ്സിലാവും, എന്റെ അകം ശേഷികൾ മനസ്സിലാവും. അതുപോലെ എന്റെ ധർമ്മം എന്ന് പറയുന്നത് നിർവഹിക്കാനുള്ള വാസനകൾ എന്റെ ഉള്ളിലുണ്ടല്ലോ, ഈ വാസനകൾ മനസ്സിലാവും.
ഇതിനനുസരിച്ച് സുഗമമായ ഒരു മുൻപോട്ട് പോക്കുണ്ടാവും. നോക്കൂ, ഉപരിവ്യവസ്ഥ ധർമ്മം പറഞ്ഞു തരും. വ്യവഹാരങ്ങൾ വർത്തമാനത്തിൽ എന്ത് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ സഹവ്യവസ്ഥകൾ എന്നുള്ളത് വർത്തമാനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരും. നൈസർഗികമായി എന്റെ ഉള്ളിൽ എന്താണ്, ശേഷി എന്താണെന്നുള്ളത് ആന്തരിക വ്യവസ്ഥകൾ പറഞ്ഞു തരും. ഈ 3 കാര്യങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു പിടിച്ചുകെട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ചിരന്തി വല കെട്ടുന്ന മറ്റേ പഴുത കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടുന്ന കാര്യം. ഇങ്ങനെ കെട്ടുന്ന ഒരവസ്ഥ പോലെ ഞാൻ എന്നുള്ള സ്വത്വം നിലനിൽക്കണമെങ്കിൽ ഈ കൂടായ വിന്യാസത്തില് ഉപരിവ്യവസ്ഥ കെട്ടിയ കെട്ട്, സഹവ്യവസ്ഥകൾ കെട്ടിയ കെട്ട്, പിന്നെ ആന്തരിക വ്യവസ്ഥകൾ കെട്ടിയ കെട്ട്, ഇവയെല്ലാം കൂടെ ചേർന്ന് വലിഞ്ഞു നിർത്തുന്ന ആ ഇടത്താണ് നമ്മുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഈ ഉപരി സഹ ഉപവ്യവസ്ഥകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇതില് ഉപരിവ്യവസ്ഥയുണ്ടല്ലോ, ആ ഉപരിവ്യവസ്ഥയും ഉപവ്യവസ്ഥയും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം ലംബമായിട്ടാണ്. ആ ലംബ ബന്ധത്തെ ഏകസൂത്രമായി നിലനിർത്തുക. എന്താണ് ഏകസൂത്രമായിട്ട്? ഇത് ഒറ്റക്കെട്ടായിരിക്കണം. അതായത് എന്നിൽ നിന്ന് മുകളിലേക്ക് ഒരു കെട്ടുണ്ട്, എന്നിൽ നിന്ന് താഴേക്ക് ഒരു കെട്ടുണ്ട്. ഇത് ഒറ്റ കയറായിരിക്കണം, ഒറ്റ ബന്ധമായിരിക്കണം. ഉപരിവ്യവസ്ഥയും ഉപവ്യവസ്ഥയും തമ്മില്, എന്നുവെച്ചാൽ എന്റെ ഉപരിവ്യവസ്ഥയും എന്റെ ഉപവ്യവസ്ഥയും തമ്മില്, എന്റെ ആന്തരിക ലോകവും എന്റെ ഉപരി ലോകവും തമ്മിലുള്ള ഒരു ലംബബന്ധത്തെ ഏകസൂത്രമായി നിലനിർത്തുന്ന വ്യവസ്ഥകൾക്കാണ് ധർമ്മപരമായി സുഗമവും കാര്യക്ഷമവുമായി നിലകൊള്ളാനാവുക. കൃത്യമായിട്ട് ധർമ്മം പാലിക്കാൻ പറ്റും, കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ എഫിഷ്യൻസിയെ കുറിച്ച് പിന്നീട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഇത്തരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ വെച്ചാല്, നമുക്ക് ആന്തരിക ലോകത്തോടുള്ള ബന്ധമുണ്ടാകും. നമ്മുടെ ആന്തരിക ലോകത്തെ നമുക്ക് അറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ പറ്റണം. ബാഹ്യലോകം എന്ന് വെച്ച് കഴിഞ്ഞാല് സഹലോകമല്ല, ബാഹ്യലോകം, പുറത്ത് മുകളിലുള്ള സംവിധാനവുമായിട്ട്, പ്രപഞ്ച സംവിധാനവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൃത്യമായി ജീവിതധർമ്മത്തെ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ ആത്മീയമായ ബോധം, ആന്തരിക ലോകത്തെക്കുറിച്ചുള്ള ആത്മീയ ബോധം, ബാഹ്യലോകത്തെക്കുറിച്ചുള്ള ഉപരി വ്യവസ്ഥയെക്കുറിച്ചുള്ള ബാഹ്യ ബന്ധം ഇതുണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് സ്വധർമ്മങ്ങൾക്ക് നിശ്ചിതമായിട്ട് ജീവിച്ചു പോകാൻ കഴിയുക. വ്യവഹാര ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴോ സഹവ്യവസ്ഥകളായിട്ട് ചിന്തിക്കുമ്പോഴോ അവിടെ വിചാരങ്ങളുടെ ലോകമാണ്, സാങ്കേതികതയുടെ ലോകമാണ്, ആസൂത്രണങ്ങളുടെ ലോകമാണ്, വിശ്വാസധാരണകളുടെ ലോകമാണ്, സ്വതന്ത്ര ഇച്ഛയുടെ ലോകമാണ്. അതുമായിട്ട് ചേർന്ന് പോയാൽ നമ്മളെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് ആ ഡിഫ്ലക്ഷന്റെ ഇടയിലാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ മുകളിലും താഴെയുള്ള കെട്ടുറപ്പ് കൃത്യമായിരിക്കണം. മുകളിലും താഴെയും ആന്തരിക ലോകത്തോടും ഉപരി ലോകത്തോടുമുള്ള ബന്ധം കൃത്യമായി സൂക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇളകാതെ അനങ്ങാതെ സ്റ്റേബിൾ ആയിട്ട് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനാണ് കൂടായ വിന്യാസം എന്നുള്ള സംവിധാനം ഉപകരിക്കുക. ഈ ബോധ്യത്തിലേക്ക് വേണ്ടിയുള്ള ശ്രദ്ധ, തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.